ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് DigiTech എന്ന് പറയുന്ന ഒരു വയർലെസ് മൈക്കയെ പറ്റി പറയാനാണ്. ഇതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി മൈക്കയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇപ്പോൾ പല യൂട്യൂബർമാരും ബ്ലോഗർമാരൊക്കെ യൂസ് ചെയ്യുന്നത് ഹോളി ലാൻഡ് മാർക്ക് 2 എന്ന് പറയുന്ന ഒരു വയർലെസ് മൈക്ക്, ഒരു ചെറിയ ബട്ടൺ പോലത്തെ മൈക്കാണ് ഇപ്പോൾ പല യൂട്യൂബർമാരും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതും അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി മൈക്കയാണ്. എന്നാലും അതിൽ കൂടുതലും അതിനേക്കാളും കുറച്ചും കൂടെ പ്രൈസ് കുറഞ്ഞിട്ടുള്ള ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വയർലെസ് മൈക്കാണ് DigiTechൻ്റെ DWM150 എന്ന് പറയുന്ന ഈ ഒരു മോഡൽ. ഇത് ഞാൻ എടുത്തിട്ടുള്ള ടൈപ്പ് സി മോഡലാണ്. ടൈപ്പ് സി മോഡൽ എടുത്താൽ നമുക്ക് ഐഫോണിൻ്റെ കണക്റ്റിംഗ് ഇത് കിട്ടും, ലൈറ്റിംഗ് കണക്റ്റർ കിട്ടും. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഐഫോണൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ടൈപ്പ് സിൻ്റെ ധാരാളം ടൈപ്പ് സി വരുന്നത്. അപ്പം ഞാനിപ്പോൾ ഇത്രയും കാലം ഉപയോഗിച്ചിരുന്നത് ഈ ഒരു കാണുന്ന വയർഡ് മൈക്ക് തന്നെ ഇത്രയും കാലം ഉപയോഗിച്ചിരുന്നത്. 4-5 വർഷം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ വർക്കിംഗ് അല്ല. അപ്പോൾ ഇത് ഞാൻ വീഡിയോയിൽ കൂടുതലും കാണാൻ കഴിയില്ല. ഞാൻ കൂടുതലും വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ഈ മൈക്ക് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. വ്ളോഗ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ വല്ലാണ്ട് ഉപയോഗിച്ചിട്ടില്ല, എന്നാലും കുറച്ചൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. എന്തായാലും സംഭവം നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വയർഡ് മൈക്കായിരുന്നു ഇത്. അപ്പോൾ നമുക്ക് എന്തായാലും ഞാനിത് ഓൾറെഡി അൺബോക്സ് ചെയ്തതാണ്. എന്നാലും ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നതെന്നുള്ള കാര്യങ്ങളും ക്വാളിറ്റിയൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ബോസ് ഇങ്ങനെ തുറക്കുമ്പോൾ തന്നെ ഫസ്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരു യൂസർ മാനുവൽ കാണാൻ പറ്റും. നിങ്ങൾക്കിത് വായിക്കാൻ ഇത് യൂസ് ചെയ്യണമെങ്കിൽ യൂസർ മാനുവൽ ഉപയോഗിച്ച് നോക്കിക്കൊണ്ട് ഞങ്ങൾക്ക് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് കാണാൻ പറ്റും. പിന്നെ ബോക്സിൽ നമ്മളെ വയർലെസ് മൈക്ക് വരുന്നുണ്ട്, ഒരു ബോക്സിലായിക്കൊണ്ടാണ് വരുന്നത്. ഇതൊരു ചാർജിങ് ഡോക്കാണ് സംഭവം, ഇത് വെച്ച് ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് ഒരു ബോക്സ് ഉണ്ട്. ഈ ബോക്സിൻ്റെ അകത്ത് ഇത് നമ്മൾ തുറന്ന് നോക്കുകയാണെങ്കിൽ സാധനമൊക്കെ ഉണ്ടാവും. ഇതിനകത്ത് നമുക്ക് ഫസ്റ്റായിട്ട് ഒരു കേബിൾ ഇന്നുണ്ട്, ടൈപ്പ് എ ടു ടൈപ്പ് സി ആയിട്ട് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ഒരു ബോക്സ് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇതിൻ്റെ ബാക്കിലേക്ക് കൊണ്ട് ടൈപ്പ് സി പോർട്ട് കാണാൻ പറ്റും. അത് ചാർജ് ചെയ്യാൻ ഒരു കേബിൾ വരുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഇതിൽ തന്നെ നമുക്ക് ഒരു ലൈറ്റിനിങ് പിൻ വരുന്നുണ്ട്, ടൈപ്പ് സി ടു ലൈറ്റിനിങ് പിന്ന്. പിന്നെ ബോക്സ് വരുന്നതെന്ന് വെച്ചാൽ ഒരു ക്ലിപ്പ് വരുന്നുണ്ട്. അതായത് നമുക്ക് മൈക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് പിന്നായിട്ട് ഉപയോഗിക്കാം. നമ്മൾ മൈക്ക് എന്ന് പറഞ്ഞൊരു മാഗ്നറ്റ് ടൈപ്പാണ്. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, മൈക്ക് എടുത്തിട്ട് ഇങ്ങനെ മാഗ്നറ്റായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് ക്ലിപ്പായിട്ട് ഈ ക്യാപ്പിലൊക്കെ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കാൻ പറ്റും. ഇനി അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ കൂടെ ഒരു മാഗ്നറ്റ് ഉണ്ട്, ഇത് ഇങ്ങനെ ഷർട്ടിൽ പിൻ ചെയ്തിട്ട് കണ്ടിട്ട് വെക്കാൻ പറ്റും. അങ്ങനത്തെ രണ്ട് പിന്നാണ് വരുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ബോക്സ് വരുന്നത് വിൻഡ് ഒഴിവാക്കാനുള്ള ഒരു പൗച്ചാണ് വരുന്നത്. ഒരു പിന്നെ മൈക്കിൻ്റെ ഒരു പൗച്ച്, ഇങ്ങനത്തെ രണ്ടെണ്ണം വരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ബോക്സിൽ വരുന്നത്. ഇനി നമുക്ക് മൈക്കിലേക്ക് വരികയാണെങ്കിൽ കാണാൻ പറ്റും. എനിക്ക് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മൈക്കും അതുപോലെ തന്നെ ഒരു റിസീവറും കാണാൻ പറ്റും. ഇതിൽ വെച്ച് കഴിഞ്ഞാൽ ചാർജ് ആവും. ഈ ചാർജ് ആവുന്നത് ബോക്സിൻ്റെ ഈ ഒരു പെർസെൻറ്റേജ് കാണിക്കുന്നത് ബോക്സിൻ്റെ ഈ സൈഡിൽ കാണിക്കുന്ന പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്കിൻ്റെ ട്രാൻസ്മിറ്ററിൻ്റെ കൂടെയാണ്. അപ്പോൾ ഒരു റിസീവറും 2 മൈക്കും വരുന്നുണ്ട്. റിസീവറും കാണാൻ പറ്റും. എടുത്തു കഴിഞ്ഞാൽ ഇവിടെ TX1 TX2 എന്ന് കാണും. അത് 2 മൈക്ക് പെയർ ആണ്. പിന്നെ ഒരു മൈക്ക് വോളിയം അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരു ലൈറ്റ് കാണാൻ പറ്റും. അത് അഡ്ജസ്റ്റ് ചെയ്യാൻ താഴെ ഒരു ബട്ടണും കാണാൻ പറ്റും. ഓക്കെ, പിന്നെ ഇതിലേക്ക് വരികയാണെങ്കിൽ 2 ട്രാൻസ്മിറ്ററാണ്. ഇത് നമുക്ക് മാഗ്നറ്റായിട്ട് നമുക്കിങ്ങനെ വെക്കാൻ പറ്റുന്ന ടൈപ്പാണ്, ഇരിക്കാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ മാഗ്നറ്റാക്കി വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിനെ 2 മൈക്ക് ഇതിൽ വരുന്നുണ്ട്. ഇതിൽ വെച്ചാൽ തന്നെ നമുക്കിത് ചാർജ് ആവും. ഓക്കെ, ഇപ്പോൾ മൈക്ക് എടുക്കുമ്പോൾ കാണാൻ പറ്റും ഇവിടെ 3 ലൈറ്റുകൾ ഉണ്ടാവും. ഇപ്പോൾ ഒരു ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ആവുന്നുണ്ടാവുള്ളൂ, ബ്ലൂ ഫസ്റ്റ് ലൈറ്റ്. ഇത് ഫോണിലേക്ക് നമ്മൾ റിസീവറിലേക്ക് പെയർ ആക്കിയാൽ ഇത് പെയർ ആക്കുന്ന ലൈറ്റാണ് ഈ കാണുന്നത്, ഫസ്റ്റ് ബ്ലൂ. രണ്ടാമത്തേത് നോയ്സ് ക്യാൻസലേഷൻ, നോയ്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ലൈറ്റാണ്. മൂന്നാമത്തേത് നമുക്ക് എക്കോ റീവർബ് സംഭവം ഓണാക്കാനായിട്ട്. ഇത് കൺട്രോൾ ചെയ്യാൻ ഇവിടെ ഒരു ബട്ടൺ കാണാൻ പറ്റും, മനസ്സിലായില്ല? ഇവിടെ ഒരു ബട്ടൺ ഇത് വെച്ച് കൺട്രോൾ ചെയ്യാം. ഇത് ലോങ് പ്രസ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ നമുക്ക് മൈക്ക് ഓൺ ഓഫ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. ജസ്റ്റ് ഡബിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റീവർബ് ഓൺ ആവും. ഒറ്റ ടാപ്പിൽ നമുക്ക് നോയ്സ് ക്യാൻസലേഷൻ ഓൺ ചെയ്യാൻ പറ്റും. ഡബിൾ ടാപ്പിൽ റീവർബ് ഓൺ ഓഫ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സിംഗിൾ ടാപ്പിൽ നോയ്സ് ക്യാൻസലേഷൻ ഓൺ ഓഫ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ്. അപ്പോൾ നമുക്കൊന്ന് കണക്ട് ചെയ്ത് ഫോണിലേക്ക് കണക്ട് ചെയ്തിട്ട് ക്വാളിറ്റി നോക്കാം. ജസ്റ്റ് ഇതിവിടെ ഇങ്ങനെ മാഗ്നറ്റായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് ഇങ്ങനെ വെക്കാം. ഓക്കെ, അപ്പോൾ ഇനി ഈ ഒരു റിസീവർ നമുക്ക് ഫോണിലേക്ക് കണക്ട് ചെയ്യാം.
ഇപ്പൊ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് ഈ ഒരു വയർലെസ് മൈക്കിലുള്ള വോയിസ് ആണ് കേട്ടോണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പൊ നിൽക്കുന്നത് ഞാൻ പറഞ്ഞു മറ്റേ റിസീവർ നമുക്ക് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവം, ഒരു ബട്ടൺ ഉണ്ടാവും, അത് വെച്ച് നമുക്ക് വോളിയം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. 1 2 3 3 ലെവലിലാണ് കിടക്കുന്നത്. ഇപ്പൊ ലെവൽ 2ലാണ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ലെവൽ 1 2 3 ഒക്കെ ഇട്ട് നോക്കി. അപ്പോൾ എനിക്കത് ചെറിയ ചെറിയ മാറ്റങ്ങളെ ലെവൽ 1 2 3 ഫീൽ ചെയ്തിട്ടുള്ളൂ. വലിയ ഇതൊന്നും തോന്നിയിട്ടില്ല. ചിലപ്പോൾ ഇനി ഔട്ട്ഡോറിലൊക്കെ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ലെവൽ 3 വേണ്ടി വരും. ഇൻട്രോയിൽ എടുക്കുമ്പോൾ നമുക്ക് നോർമലി ഇപ്പോൾ ഇൻട്രോയിലാണ് നിൽക്കുന്നത്, വീടിന്റെ റൂമിന്റെ അകത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ആകുമ്പോൾ നമുക്ക് 1 2 3 ഏതായാലും എനിക്ക് വലിയ ഫീലും തോന്നിയില്ല. ചിലപ്പോൾ ഇനി ഔട്ട്ഡോറിൽ മറ്റുള്ള വോയിസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ലെവൽ 3 ഇടേണ്ടി വരുമായിരിക്കും. ഇപ്പൊ കിടക്കുന്നത് ലെവൽ 2ലാണ്. ഓക്കെ, അപ്പോൾ ലെവൽ 2 നോർമലി നമ്മൾ ഈ സിസ്റ്റം ഓഫ് ചെയ്ത് ഓൺ ചെയ്യുമ്പോൾ എപ്പോഴും ലെവൽ 2ലായിരിക്കും വോളിയം ഉണ്ടായിരിക്കുക. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ ലെവൽ 2 ലൈറ്റ് സംഭവം ഉണ്ടല്ലോ, ഒന്ന് പെയറിംഗ് ആണ്. ബ്ലൂ ലൈറ്റ് നിൽക്കുകയാണെങ്കിൽ സംഭവം പെയർഡ് ആണെന്ന് അർത്ഥം. രണ്ടാമത്തത് നോയിസ് ക്യാൻസലേഷൻ ഇപ്പോൾ ഓൺ ആണ്. പിന്നെ റീവർബ് അത് ഓഫാണ്, കത്തുന്നില്ല. അപ്പൊ നമുക്ക് ഇനി ജസ്റ്റ് ഇതൊന്ന് നോക്കി നോക്കാം. ഒരു സിംഗിൾ ടാപ്പിലൂടെ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നോയിസ് ക്യാൻസലേഷൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ പറ്റും, പുറത്ത് നമ്മൾ ഫാൻ ഇട്ടിരുന്നു, ഫാൻ സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ നോയിസ് ക്യാൻസലേഷൻ ഇപ്പോൾ ഓഫാണ്. ജസ്റ്റ് നമ്മൾ സിംഗിൾ ടാപ്പ് ഒന്നുകൂടി ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ കാണാൻ പറ്റും നോയിസ് ക്യാൻസലേഷൻ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഫാൻ്റെ സൗണ്ടും മറ്റു സൗണ്ടുകളൊക്കെ കേൾക്കുന്നുണ്ടോ ഇല്ലെന്ന് അറിയാൻ പറ്റും. ഇനി നമ്മൾ ജസ്റ്റ് ഡബിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ റീവർബ്, ഇപ്പം കേൾക്കുന്നുണ്ട് റീവർബിലായിരിക്കും, അത് എക്കോയിലായിരിക്കും സൗണ്ട് കേൾക്കുന്നതാവാ. അപ്പോൾ നമുക്ക് പാട്ടൊക്കെ പാടുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു എക്കോ സിസ്റ്റം ഓൺ ആക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. വീണ്ടും ഡബിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു സംഭവം എക്കോ സംഭവം ഓഫ് ആവും. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ബട്ടൺമേ ട്രിപ്പിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നോക്കിക്കോ, ഇപ്പോൾ ട്രിപ്പിൾ ടാപ്പ് ചെയ്യുമ്പോൾ സൗണ്ട് മ്യൂട്ട് ആവും. പെട്ടെന്ന് നമുക്ക് സൗണ്ട് ഒന്ന് മ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സംസാരിക്കുമ്പോൾ മ്യൂട്ട് ആക്കണം എന്ന് തോന്നുകയാണെങ്കിൽ അപ്പം നമുക്ക് മ്യൂട്ട് ചെയ്യാം. പെട്ടെന്ന് നമ്മൾ വ്ളോഗൊക്കെ ചെയ്യുകയാണെങ്കിൽ, പുറത്ത് പോയിട്ട് വ്ളോഗൊക്കെ ചെയ്യുകയാണെങ്കിൽ വല്ല എവിടെയെങ്കിലും കടന്റെ മുന്നിലൊക്കെ നമ്മളെ കോപ്പിറൈറ്റ് ആയിട്ടുള്ള വല്ല പാട്ടുകളോ മറ്റോ സംഭവം കേൾക്കുമ്പോൾ പെട്ടെന്ന് മ്യൂട്ട് ചെയ്യാനൊക്കെ ഉപയോഗിക്കാം. അങ്ങനെയാണ് ഇതിന്റെ സംഭവം കിടക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, പുറത്ത് നോയ്സ് ഉള്ള ഒരു ഏരിയയിൽ പോയിട്ട് ഇതിന്റെ ഒരു സൗണ്ട് ക്വാളിറ്റിയും അതുപോലെ തന്നെ നോയ്സ് ക്യാൻസലേഷൻ എത്രമാത്രം പെർഫെക്റ്റ് ഉണ്ട് എന്നൊക്കെ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ മെയിൻ റോഡിന്റെ അടുത്താണ് നിൽക്കുന്നത്. അത്യാവശ്യം വണ്ടികളും കാര്യങ്ങളൊക്കെ പോകുന്നതിന്റെ തിരക്കും സൗണ്ടും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇപ്പം മനസ്സിലാക്കാൻ പറ്റുമ്പോൾ എത്ര നോയിസ് ക്യാൻസലേഷൻ ഒക്കെ എത്രമാത്രം വർക്കിംഗ് ആണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് ഇപ്പം നമ്മൾ നോയിസ് ക്യാൻസലേഷൻ ഓഫ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോഴും റോഡിൻ്റെ അടുത്ത് കുറച്ച് മാറിയിട്ടാണ് നിൽക്കുന്നത്. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നോയിസ് ക്യാൻസലേഷൻ ഓൺ ചെയ്യുമ്പോഴും ഓഫ് ചെയ്യുമ്പോഴുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം നമ്മൾ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി, എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു റിസീവർ നമുക്ക് ജസ്റ്റ് ഫോണിൽ കണക്ട് ചെയ്താൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അത് റിസീവർ ഓൺ ആകും. നമുക്ക് സെപ്പറേറ്റ് റിസീവർ ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും നമുക്ക് ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ സൈഡിലേക്ക് നമുക്കൊരു ടൈപ്പ് സി പോർട്ട് കാണാൻ പറ്റും. അതായത് നമുക്ക് ഈ ഒരു മൈക്ക് യൂസ് ചെയ്തിരിക്കുന്ന സമയത്ത് ഫോൺ ചാർജ് കഴിഞ്ഞാൽ നമുക്ക് ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ ചാർജ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈപ്പ് സി പോർട്ടാണ് ഈ സൈഡിൽ കിടക്കുന്ന ഇതിനുള്ള ടൈപ്പ് സി പോർട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ മൈക്കിനെ കുറിച്ച് വല്ല ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സ് ചോദിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും സൈനിങ് ഓഫ്.